എന്തിനാണ് മികച്ച IPS ഓഫീസറായ യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? അതും കേവലം 8 മാസം മാത്രമേ അദ്ദേഹം ഈ പോസ്റ്റിലിരുന്നിട്ടുള്ളൂ. എന്നിട്ടും അതാണ്, വിജിലൻസ് ഡയറക്ടറായാൽ ഞങ്ങൾ പുകഴ്ത്തും, വാഴ്ത്തും, പക്ഷേ പറഞ്ഞതുപോലെ ചെയ്യണം. അതിന് യോഗേഷിനെ കിട്ടിയില്ല. യോഗേഷ് വന്നതോടെ വിജിലൻസ് പ്രൊഫഷണൽ മികവോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ യോഗേഷിനെ ഇപ്പോൾ പുറത്താക്കിയതോ നമ്മുടെ ദിവ്യയെ, PP ദിവ്യയെ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സഖാവ് ദിവ്യയെ പിടിച്ചകത്തിടണമെന്നാണ് യോഗേഷ് ഗുപ്ത റിപ്പോർട്ട് നൽകിയത്. ബിനാമി കമ്പനി വഴി 12 കോടിയാണ് ദിവ്യ സമ്പാദിച്ചത്. ബിനാമി കമ്പനിക്ക് കരാർ നൽകി. ഗുപ്ത കയ്യോടെ പിടികൂടി. കേസെടുക്കാൻ പറഞ്ഞു. അതോടെ യോഗേഷ് ഔട്ട്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് ഭാര്യയും കുടുംബാംഗങ്ങളും നാട്ടുകാരും മാധ്യമങ്ങളും ഒക്കെ ആരോപിച്ച ദിവ്യയെ രക്ഷിച്ചത് പിണറായി സഖാവാണെന്ന് എല്ലാവർക്കും അറിയാം. അതേ പിണറായി സഖാവ് തന്നെ യോഗേഷ് ഗുപ്തയെ പറഞ്ഞുവിട്ടു. ദിവ്യയെ മാത്രമല്ല യോഗേഷ് പിടിച്ചത്, കൊപ്ര സംഭരണത്തിൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം നടത്തിയ 100 കോടി തട്ടിപ്പ്, പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള സ്ഥാപനം നടത്തിയ 15 കോടിയുടെ തട്ടിപ്പ്, കൃഷിമേഖലയിലെ സംസ്ഥാന സർക്കാർ കോർപ്പറേഷൻ കേന്ദ്രത്തിൻ്റെ 12 കോടി സബ്സിഡി തട്ടിയെടുത്തത് ഒക്കെ യോഗേഷ് പൊക്കിയിരുന്നു. പക്ഷേ സഖാവ് ഒന്നുകൂടി ചിന്തിക്കണമായിരുന്നു. ഇനി വല്ല ED ചീഫൊക്കെ ആയിട്ടാകും യോഗേഷ് ഗുപ്ത വരിക. ആരുടെ കൈകൾക്കായിരിക്കും ഗുപ്ത ആമം വെക്കുന്നതെന്ന് നമുക്ക് നോക്കിക്കാണാം.